ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവാക്യം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ആമേൻ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, രാജാതിരാജനായ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിൽ എത്രമാത്രം സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നമ്മളൊരു കാര്യത്തിനായി തിരഞ്ഞെടുത്താൽ നമ്മൾ എത്രമാത്രം സന്തോഷമുള്ളവരായിരിക്കും, കൃതജ്ഞതയുള്ളവരായിരിക്കും. നമ്മളെ സന്തോഷം നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. എന്നാൽ ലോകസൃഷ്ടാവായ ദൈവം നമ്മളെ അവിടുത്തെ പ്രവൃത്തികൾക്കായിട്ട് തിരഞ്ഞെടുത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ആ സന്തോഷവും ആനന്ദവും നമുക്കുണ്ടാകാറുണ്ടോ? തീർച്ചയായിട്ടും ഏറ്റവും ഉന്നതമായ ഒരു തിരഞ്ഞെടുപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളതെന്ന ബോധ്യത്തിൽ നമുക്ക് ഓരോ നിമിഷവും ജീവിക്കാം. ആ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മളിവിടെ ഒഴുകിയെത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, അത്യുന്നതനായ അവിടുന്ന് ഞങ്ങളെ ഓരോ മക്കളെ തിരഞ്ഞെടുത്തതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ തിരഞ്ഞെടുപ്പിന് അനുസരിച്ച് ഓരോ നിമിഷം ജീവിക്കാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവത്തിൻ്റെ മഹത്വത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോ മക്കളെയും ശക്തരാക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.